വി.ഡി. സതീശന് പയ്യന്നൂരിൽ ഉജ്ജ്വല സ്വീകരണം. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് പയ്യന്നൂരിൽ ഉജ്ജ്വല സ്വീകരണം. കാസർഗോഡ് ജില്ലയിലെ പര്യടനം കഴിഞ്ഞ് ഒളവറപ്പാലം വഴിയെത്തിയ അദ്ദേഹത്തെ കണ്ണൂർ ജില്ലയിലെ ആദ്യ സ്വീകരണ വേദിയായ പയ്യന്നൂർ ഗാന്ധി പാർക്കിലേക്ക് വാദ്യമേളങ്ങളും മുത്തുകുടകളും ഒരുക്കിയാണ് വരവേറ്റത്. കേരളത്തിലെ 10 വർഷമായി കൂടി കണ്ട ഒരു പടകരയും ഈ പാട്ടിന്റെ പ്രത്യേകത അതിനെതിരായിട്ടുള്ള പോരാട്ടം രക്തസാക്ഷിത്വ ഫണ്ട് പോലും അടിച്ചു മാറ്റുന്ന പാർട്ടിയായി CPM മാറിയെന്ന് ഗാന്ധി പാർക്കിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് മാത്രമല്ല, അഭിമന്യു രക്തസാക്ഷി ഫണ്ടും തിരുവനന്തപുരത്തെ വിഷ്ണുവിന്റെ രക്തസാക്ഷി ഫണ്ടും ഇതുപോലെ അടിച്ചുമാറ്റിയ പാർട്ടിയായി CPM അധപ്പതിച്ചുവെന്നും പാർട്ടി കുടുംബങ്ങൾ പോലും വെറുക്കുന്ന പാർട്ടിയായി കേരളത്തിലെ CPM മാറിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 10 വർഷക്കാലത്തെ ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലമായ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം കേരളം തകർത്തു തരിപ്പണമാക്കിയ ഒരു സർക്കാരിനെതിരായ ജനരോഷം കേരളം മുഴുവൻ ആളിക്കത്തുകയാണ്. നമ്മുടെ കേരളത്തെ, നമ്മുടെ വരാനിരിക്കുന്ന തലമുറകളുടെ കേരളത്തെ അവരില്ലാതാക്കി സകല രംഗങ്ങളിലും സമസ്ത പരാജയം. നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥ ഏതവസ്ഥയിലാണ് എന്ന് പോലും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. ഞാൻ നിയമസഭയിൽ പറഞ്ഞു, ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണ്. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലില്ലാത്ത കടക്കടിയിലേക്ക് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളെ നമ്മൾ ചവിട്ടി താഴ്ത്തിയിട്ടാണ് ഈ ഭരണകൂടം വിടമറിയുന്നത്. നമുക്കറിയാം, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായി. കുട്ടികളെല്ലാം പുറത്തേക്ക് പോവുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നു. ഒരു 5 വർഷം ഈ പോക്ക് പോയാൽ കേരളം ഒരു വൃദ്ധസദനമായി മാറും. കേരളത്തിലെ ജനങ്ങളോടുള്ള വാക്ക്, എവിടെയെല്ലാം ഗവൺമെന്റ് പരാജയപ്പെട്ടു, ഈ സർക്കാർ എവിടെയെല്ലാം പരാജയപ്പെട്ടു, അവിടെയെല്ലാം കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാൻ ടീം UDF വരികയാണ്. സമ്പദ് വ്യവസ്ഥ തകർത്തു ഇവർ. ഞാൻ പറഞ്ഞു, ആ സമ്പദ് വ്യവസ്ഥയെ രക്ഷിച്ച് ഖജനാവ് നിറച്ച് വികസന പരിപാടികൾ നടത്തി ക്ഷേമ പരിപാടികൾ നടത്താൻ ഉള്ള പദ്ധതികൾ UDF-ന്റെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി ഡിസൈൻ ചെയ്ത ഈ പുതുയുഗത്തെ കുറിച്ചുള്ള, പുതിയ കേരളത്തെ കുറിച്ചുള്ള നിരവധി പരിപാടികൾ പ്രഖ്യാപിക്കപ്പെടുന്ന കഴിഞ്ഞ 2 വർഷക്കാലമായി ലോട്ടറി അടിച്ചുപോലെ രക്തസാക്ഷിക്ക്. കാരണം അവന്റെ പേരിൽ പിന്നെ ഫണ്ട് വരിക. ഇവിടെ തുടങ്ങിയതല്ലാതെ ഇവിടെ കൂടുതലാണെന്നത്. അഭിമന്യുവിന്റെ കാര്യത്തിൽ എന്തായത് ഫണ്ട് എഴുതിയിട്ട് വീട്ടിൽ കൊടുത്തോ? കൊടുക്കും. തിരുവനന്തപുരത്ത് സംഘപരിവാരകാരന്റെ ചെറുപ്പക്കാരനെത്തുന്നു, CPM-കാരനെ വിഷ്ണു, അതും അടിച്ചു മാറ്റി ഫണ്ട്. സഹിക്കാൻ വയ്യാഞ്ഞിട്ട് വിഷ്ണുവിന്റെ കുടുംബം മുഴുവൻ കോൺഗ്രസിൽ ചേർന്നു. കഴിഞ്ഞ ദിവസം
ഞാൻ തിരുവനന്തപുരത്ത് കാസർഗോഡേക്ക് പോകുന്നതിന്റെ തലേ ദിവസം വിഷ്ണുവിന്റെ ജ്യേഷ്ഠനടക്കമുള്ള ആളുകൾക്ക് കോൺഗ്രസിലേക്കുള്ള മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണ് പോകുന്നത്. ചങ്ക് പൊട്ടിക്കൊണ്ട് ആ രക്തസാക്ഷിയുടെ സഹോദരൻ വാർത്താമാധ്യമങ്ങളോട് പറഞ്ഞു, ഇവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഇവർ ഇടതുപക്ഷമല്ല, ഇവർ തീവ്ര വലതുപക്ഷമാണ്. ഇവരാണ് ഇടതുപക്ഷം, ഇവരാണ് ഇടതുപക്ഷം. ജനങ്ങളെയും സാധാരണക്കാരെയും സ്നേഹിക്കുന്നവർ UDF-കാരാണ്, കോൺഗ്രസ്സുകാരാണ് എന്ന് ആ രക്തസാക്ഷിയുടെ സഹോദരൻ പറയണമെങ്കിൽ എത്രമാത്രം ഇവരെ വെറുക്കുകയാണ്, എത്രമാത്രം ഇവരെ വെറുക്കുകയാണ്. പാർട്ടി കുടുംബങ്ങൾ പോലും വെറുക്കുന്ന നേതൃത്വമാണ് CPM-നുള്ളത്. നിയോജക മണ്ഡലം UDF ചെയർമാൻ ഉമ്മർ പെരിങ്ങോം അധ്യക്ഷത വഹിച്ചു. NK പ്രേമചന്ദ്രൻ MP, KM ഷംസുദ്ദീൻ MLA, അനൂപ് ജേക്കബ് MLA, CP ജോൺ, MM ഹസൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ഷാനിമോൾ ഉസ്മാൻ, സൈമൺ അലക്സ്, സജീവ് ജോസഫ് MLA, JB മേത്തർ MP, രാജൻ ബാബു, നെയ്യാറ്റിങ്കര സനൽ, അബിൻ വർക്കി, OJ ജനീഷ്, ബാലകൃഷ്ണൻ പെരിയ, അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, BA നാരായണൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, അബ്ദുൾ കരീം ചേലേരി, MP ഉണ്ണികൃഷ്ണൻ, AP നാരായണൻ, MK രാജൻ, SA ഷുക്കൂർ ഹാജി, PT മാത്യു, KT സഹദുള്ള, BP അബ്ദുൾ റഷീദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഓരോ വീടും ഓരോ സ്വപ്നങ്ങളാണ്. വീടിന്റെ അകത്തളങ്ങളെ മനോഹരമാക്കുവാൻ AV അസോസിയേറ്റ്സ് നിങ്ങളെ സഹായിക്കും. ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. AV അസോസിയേറ്റ്സ് മോഡുലാർ കിച്ചൺ ആൻഡ് ഇന്റീരിയർ സ്പെഷ്യലിസ്റ്റ്, കുഞ്ഞിമംഗലം ആൻഡ് കണ്ടോത്ത്. www.avinterior.com. For more details, call 9961339846.